ഇതിൽ എവിടെയാണ്? ദുബാറെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം അല്ലേ? അപ്പം നമ്മളിവിടെ ഇറങ്ങുമ്പോൾ പാൻറ്റും കാര്യങ്ങളൊക്കെ പൊക്കണം. നമ്മൾ വെള്ളത്തിലൂടെയാണ് ഇറങ്ങാൻ പോകുന്നത്. കടലിൽ ആൾക്കാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വെള്ളമാണ്. നോക്കി ഇറങ്ങണേ. ഈ സ്ഥലത്തിനെ കുറിച്ച് പറ. നമ്മളപ്പോൾ വെള്ളത്തിലൂടെ നടക്കുകയാണ്. നമ്മളിപ്പോൾ കടന്നു വന്ന പുഴയാണിത്. ഇത്രയും ദൂരം നമ്മളിങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു വന്നു അതല്ലേ. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇനി നമുക്ക് ഈ വഴി ഇങ്ങനെ പോകണം. അപ്പോൾ നമ്മുടെ പ്രിയ ഉണ്ട് ഇവിടെ, പ്രിയയുടെ അച്ഛനും ഉണ്ട്. ഹായ് പറ. നമ്മൾ പോകുന്നത് ഈ ആനകളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പോയിട്ട് അവിടെ പോയിട്ട് ആനയെ സീന് കാണാൻ. അപ്പോൾ നമ്മൾ ഇക്കരെ എത്തിയിരിക്കുകയാണ്. പുഴ ക്രോസ് ചെയ്തിട്ട് ഇക്കരയിൽ വന്നത്. ആ പീക്കു എന്നെ വിട്ടിട്ട് പോയി. പീക്കു എന്നെ വിട്ടിട്ട് പോയില്ലേ? നമ്മൾ കുറച്ചുകൂടെ പോയാൽ നമ്മുടെ ആനയെ കാണാം. അതല്ലേ, ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കുകയാണ്. അടിപൊളി പ്ലേസ് ആട്ടോ. ബിക്കോസ് ഈ ഒരു സമ്മറിൽ ഇത്രയും വെള്ളം നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ ഈ ശരി, പിന്നെ ഈ ഒരു തണുപ്പും ഈ ഒരു വെള്ളമൊന്നും നമ്മുടെ നാട്ടിലൊന്നും സമ്മർ സീസണിൽ കാണാൻ പറ്റില്ല. ഇതിവിടെ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ എത്ര വെള്ളം ഉണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായി. നമ്മൾ വന്നിരിക്കുന്നത് ദുബാറെ എലിഫന്റ് ക്യാമ്പിലേക്കാണ്. നമുക്ക് പോവാല്ലേ? ഇവിടെയാണ് ഇതിൻ്റെ എൻട്രി ഉള്ളത്. അപ്പോൾ പ്രിയ എന്നെ കൊണ്ടുപോകണം അവരുടെ നാട് കാണാൻ അല്ലേ പ്രിയ? നീ എത്ര വട്ടം വന്നിട്ട് ഇവിടെ? അപ്പോൾ ഫ്രണ്ടിൽ നടക്കുന്ന അച്ഛനും നമ്മുടെ ആളാണ്, ഡ്രൈവർ ചേട്ടനാണ്. നമ്മുടെ അളിയൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ആന, കുറേ ആനയുണ്ടല്ലോ. നമ്മൾ പോകുന്ന വഴി തന്നെ ഇവിടെ ഒരു കൊമ്പനാണ്. വേണ്ട വേണ്ട കണ്ടില്ലേ? ആക്ച്വലി നമ്മുടെ നാട്ടിലെ ആനയേക്കാളൊക്കെ ഭംഗിയുണ്ട് അല്ലേ ഇവിടുത്തെ ആന? ഓ നൈസ്. നമുക്ക് പ്രിയ അവിടെ ഒരു പിടിയാന നടക്കുന്നുണ്ട്. ഇതെല്ലാം ഫോറസ്റ്റ് ആനകളാണ്. ഇവിടുത്തെ പിടിച്ച ആനകളാണ്. കൂർഗ് കാട്ടിൽ നിന്നൊക്കെ പിടിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച ആനകളാണ്. പ്രിയ പറയുന്നത് ചൂടാണെന്നാണ് അല്ലേ പ്രിയ? എനിക്കൊക്കെ ഇത് തണുപ്പാണ്. കുഞ്ഞാനല്ലേ? ആ നൈസ്. പിടിയാനയാണ് അല്ലേ? ഹലോ. അവിടെ കാണിക്കൂ. അവിടെ
ക്യാമറ ഇവിടെ ഇതാണ് പാപ്പന ഇത് നിൽക്കണം. ഇവനാണ് ഈ ആനയെ മാനേജ് ചെയ്യുന്നത്, സിംഗം. ഇതാ ഇവിടെ വേറെ ആനകളിങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ട് നടന്നു വരുന്നുണ്ട്. ഫുൾ ആനയല്ലേ പ്രിയ? ഒരു 40 ആനകളെങ്കിലും ഇവിടെ ഉണ്ടാവും ഗൈസ്. നമ്മൾ അടുത്ത ഈ പാർക്കിലേക്ക് പോകും. ആനയുടെ അടുത്ത ആന അതാ കുളിക്കാൻ പോയ ആനയാ. അവിടെ ഒരു ആന, അവിടെ പോയി ഫോട്ടോ എടുക്കാം. ഓ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മളിപ്പോൾ ഒരു 10 ആനയങ്ങ് കണ്ടു അല്ലേ? ഓ നല്ല ക്ലൈമറ്റ് കേട്ടോ. സമ്മറിലാണ് ഈ ഒരു ക്ലൈമറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ 41 ഡിഗ്രി ചൂടാണ്, പക്ഷെ ഇവിടെ 30യുടെ താഴെ 28, 27 ആന. 40 ആനയുണ്ട് അല്ലേ? കുറ്റം പറഞ്ഞേക്കാം. ആ നോക്കിയേ ഒറ്റക്കൊമ്പനാ. ഓ പഠിപ്പിക്കുന്നതാ. അതാണ് ഈ ആനകളെ തളച്ചുകൊണ്ട് വരുന്ന സ്ഥലമാണ്. നമുക്കപ്പോൾ അടുത്ത് അങ്ങോട്ട് പോവാം. ഇത് നോ എൻട്രിയാണ്, കാരണം ഇവിടെ ഈ ആനകളെയൊക്കെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരില്ലേ, പിടിച്ചുകൊണ്ട് വന്നിട്ട് ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണല്ലേ. ആ അതെ അതെ, അങ്ങനത്തെ ആനകളെ ഇത് കാട്ടാനകളാ അല്ലേ? ഉള്ളിൽ ആനയുണ്ട്, ഒന്നുണ്ട്. ഈ ആളെ കൊന്ന ആനയില്ലേ, 2-3 ആളെ കൊണ്ടുവരും, പിടിച്ചോണ്ട് വരും. ഓക്കെ ഓക്കെ. ഇനി പഠിപ്പിക്കുക. ആക്ച്വലി ഇതൊക്കെ കുറേ ആൾക്കാരെ കുത്തിക്കൊന്ന ആനയാണ് അവിടെ. ഇതിനകത്തൊന്നുമില്ല. അവൻ പഠിപ്പിക്കാ. 2 കാലിൽ ചെയ്യുന്നുണ്ട്, കൈക്ക് നടക്കാൻ പഠിപ്പിക്കില്ല, പറഞ്ഞ് പഠിപ്പിക്കില്ല. ട്രെയിനിങ് ആണ് ഫുള്ള്. എന്താ കണ്ടില്ലേ ഒറ്റക്കൊമ്പൻ. അതൊക്കെ ഒരു കൊമ്പൊക്കെ പോയ ആനകളാണ്. ഭയങ്കര വയലൻ്റ് ആണെന്ന് പറയുന്നത്. 2-3 പേരെ കുത്തിക്കൊന്ന ആനകൾ അതിനകത്ത് ഫുള്ള്. ആനയെ ഫുള്ള് ട്രെയിൻ ചെയ്യല്ലേ. നമുക്ക് ഒരു ഡേഞ്ചർ ആന ഉണ്ടാവും. ഉണ്ടോ? അച്ഛൻ പറഞ്ഞു അത് ഡേഞ്ചറാണ്. നമ്മളിനി കുറച്ച് താഴേക്ക് വേണം. ഇവിടെ കണ്ടില്ലേ പൂക്കളും പുഴകളും. ഇങ്ങോട്ടിറങ്ങേ, ഇവിടെ വഴി. ഗൈസ് പ്രിയയുടെ വഴി മാറിപ്പോയി. നോക്കിയിറങ്ങണേ. അപ്പോൾ നമ്മൾക്കിനി കുറച്ചുകൂടി താഴെ പോവും. അവിടെയാണ് നമ്മുടെ ആന കുളിക്കുന്ന സ്ഥലം എന്ന് പറയുന്നില്ലേ, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. പറ ഒന്ന് പറ. ആനയുടെ കുളിസീൻ കാണാൻ പോവാ പ്രിയ. बच्चे को कॉल करे था हाथी. अरे ना ये लोग को जो अकेले से बाहर ओहो मोटी लग रही कि पतलो हाथी से बस पानी ओढ़ा ना थोड़ो. अरे नहीं इन लोग को छोड़ लाई. ഇവിടെ ഒരു ആനയെ കുളിപ്പിക്കാൻ 300 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈസ വേസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ പ്രിയ? അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. നമുക്ക് മേലെ നിന്ന് കുളിസീന് മാത്രം കാണാം അല്ലേ? പറ. ഓക്കെ അടുത്തേത് സെലിബ്രിറ്റി എന്ന് തോന്നണം. ഫുഡ് കൊടുക്കാൻ വന്നിരിക്കും. तुम्हाला अलाउड नहीं करना आहे ना म्हणून पैसे भरले सब दे सकते ना फिर.
ഇതെല്ലാം ആനയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫോറസ്റ്റുകാർ അറിയില്ല. ഇവിടെ ആന വരുന്നുണ്ട്, കൊമ്പൻ കിടല് ആന. ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ പോകണം. പക്ഷേ നമ്മളിവിടെ നിൽക്കുന്നില്ല. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ടൈം കഴിയും. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഓക്കെ, ഐ തിങ്ക് ഈ ആനകൾ തമ്മിൽ ഉമ്മ വയ്ക്കുകയാണോ, ലവേഴ്സ് ആണോ തോന്നുന്നു. കണ്ടില്ലേ, കൊമ്പ് കൂർക്കുകയാണോ? ഓ, മാസ്. രണ്ടും തമ്മിൽ ഫൈറ്റാണ്. ഞാൻ വിചാരിച്ച സ്നേഹപ്രകടനമാണെന്ന്. പിന്മാറിയവര് ഫൈറ്റ് എന്ന്. ഞാനിവിടെ കൊമ്പ് കണ്ടില്ലേ, വളഞ്ഞ് അതിൻ്റെ ഭാഗത്ത് തലപ്പൊക്കം ഉണ്ടല്ലോ ആനയ്ക്ക്. നാട്ടിലെ ആനകൾ പോലെ നല്ല തലയെടുത്ത് നിൽക്കുന്ന ആന. ആനയുണ്ട് അല്ലേ? 100 ആനയുണ്ട്. നമ്മളൊരു 10-30 ആനകളെ കണ്ടു. ഹോം മെയ്ഡ് ചോക്ലേറ്റാ. മേടിച്ചരാം. നമ്മളിപ്പോൾ എക്സിറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഹിസ്റ്ററി. ഇൻസ്ട്രക്ഷൻസ് ആണ്, ഹിസ്റ്ററി അല്ല. ശരി കുട്ടി എന്തൊക്കെയോ പറയാം. അപ്പം നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം വെള്ളത്തിലൂടെ. എവിടെ വെച്ച് ബാബ കണ്ടില്ല